ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ഇന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിനിടെ തന്നെ പോറ്റിയെയും SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. SIT ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവാണ് അടൂർ പ്രകാശ് എന്ന് ഓർക്കണം. പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധം എന്തെന്നാണ് SIT പരിശോധിക്കുന്നത്. റിപ്പോർട്ട് പുറത്തുവിട്ട ചിത്രങ്ങളാണ് അടൂർ പ്രകാശിന് കുരുക്കാവുകയും ചെയ്തത്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്ന് കരുതുന്നില്ലെന്നുമാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെ അനുസരിച്ച് ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി അവരെന്നെ വിളിച്ചതനുസരിച്ച് ചെയ്യാൻ പോയി. അതല്ലാതെ എനിക്കൊരു നോട്ടീസും നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ അവിടെ പോയത്. ഫോട്ടോ വെച്ച് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിനെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വിളിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. UDF അധികാരത്തിൽ വരും എന്ന് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ചാനലിന്റെ പേര് തൽക്കാലം പറയുന്നില്ല, മാനേജ്മെന്റ് അറിയിക്കുക. ഇതൊക്കെ അന്വേഷണം നടത്താൻ ഇനിയും ഇത് വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതണ്ട. മനീഷ് മഹിബാലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മനീഷ്, ഇന്നിപ്പോൾ നിർണായക നീക്കമാണ് SIT നടത്തിയത്. UDFന്റെ ജാഥ തുടങ്ങിയത് രണ്ടാമത്തെ ദിവസം സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയാണ്. എത്രത്തോളം ഇതിൽ കഴമ്പുണ്ട്, പോറ്റിയുമായുള്ള ബന്ധത്തിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അസ്വാഭാവികതയില്ല എന്ന് പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ചോദ്യം ചെയ്യുന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? ഇതിൽ ചാനലുകളെ അടൂർ പ്രകാശ് പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹവും പോറ്റിയുമായുള്ള ബന്ധമാണ് ചോദ്യം ചെയ്യുന്നത്. അത് റിപ്പോർട്ടർ ഉണ്ടാക്കിയതല്ല. ബന്ധം പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ ഫോട്ടോകൾ പുറത്തു വന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ കുടുക്കായതല്ലേ? വിനീത, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസും UDFും സമരം കടുപ്പിക്കുന്നതിനിടെയാണ് മുന്നണിയുടെ നായകൻ തന്നെ ഇപ്പോഴിതാ SITയുടെ മുൻപിൽ ചോദ്യമുനയിലെത്തുന്നത്. വിനീത സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് നേതാക്കളിൽ ആദ്യമായിട്ടാണ് ഒരു നേതാവ് ചോദ്യമുനയിലെത്തുന്നത്. മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ എന്താണെങ്കിലും ഇന്നലെ വൈകിട്ട് തന്നെ ഫോണിലാണ് SIT ബന്ധപ്പെട്ടതെന്നും താൻ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നുവെന്നും അങ്ങനെ രേഖാമൂലം അല്ല തന്നെ വിവരം ചോദ്യം ചെയ്യാൻ അറിയിച്ചതെന്നുമാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഇന്ന് രാവിലെ 10:30 തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് അടൂർ പ്രകാശ് എത്തുന്നത്. 2.5 മണിക്കൂറോളം, അതും ക്രൈംബ്രാഞ്ച് മേധാവി, അന്വേഷണ സംഘത്തിന്റെ മേധാവി H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം 2.5 മണിക്കൂറാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്തതിനു ശേഷം പക്ഷേ പൂർണ്ണമായ വലിയ ആത്മവിശ്വാസത്തോടെയാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. വലിയ രീതിയിൽ പക്ഷേ ചോദ്യങ്ങളോട് ചൊടിച്ചു. അദ്ദേഹം പറഞ്ഞ പല മറുപടികൾക്കും ആ രീതിയിലായിരുന്നു പ്രതികരണം. പക്ഷേ ഇതിൽ തൻ്റെ മറുപടിയിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന് താൻ പറയുന്നില്ല. അത്തരം കാര്യങ്ങൾ SITയാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണെന്ന് താനും പറയുന്നില്ല. എല്ലാ മറുപടികൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി താൻ നൽകിയിട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. ഇനി SITയുടെ സംശയങ്ങൾ ഇവയൊക്കെയാണ്. അതായത് നിലവിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടതടക്കമുള്ള ചിത്രങ്ങളുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കേവലം ഒരു എവിടെയെങ്കിലും വെച്ചൊരു സ്ഥലത്ത് വെച്ചെടുത്ത കേവലം ചിത്രങ്ങൾ മാത്രമല്ല, വലിയ ആത്മബന്ധം സൂചിപ്പിക്കുന്ന പല ചിത്രങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ടർ TV തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരം വേണം. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെട്ടതടക്കം